ഈ പറയുന്ന സ്ട്രെസ് എന്ന് പറയുന്ന കാര്യത്തിന് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക? സങ്കടകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുന്നത് ഈ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് മാക്സിമം പെർഫോം ചെയ്യാം. അതെ, ഇനി നമ്മുടെ കുട്ടികൾക്ക് ആർക്കും സ്ട്രെസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവരുത്. ഹലോ, വെൽക്കം ടു കോഡ്കാസ്റ്റ്. അപ്പൊ കോഡ്കാസ്റ്റിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഈ ചെയറിലുള്ളത് രാഹുൽ സാറാണ്, നമ്മുടെ കെമിസ്ട്രിയുടെ രാഹുൽ സാറാണുള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് രാഹുൽ സാർ. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് എക്സാമിനോട് അടുത്ത് വരുമ്പോ അതുമായിട്ട് കൺസേൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇപ്പോ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒരു വാക്കുണ്ട്, സ്ട്രെസ്സും സ്ട്രെസ് മാനേജ്മെന്റും ഡിപ്രഷൻ, ഇങ്ങനത്തെ കുറെ വാക്കുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോ എനിക്ക് അറിയേണ്ടത് ഈ പറയുന്ന സ്ട്രെസ് എന്ന് പറയുന്ന കാര്യത്തിന് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക, അതേപോലെ തന്നെ സാറ് പഠിക്കുന്ന സമയത്തും സാറിന് ഈ പറയുന്ന സ്ട്രെസ്സിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെയാണ് അറിയാനുള്ളത്. അപ്പോ സാറിന്റെ കൺസേൺ എന്താണ്? ഞാനിപ്പോ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു കാലഘട്ടം, അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ്. അന്ന് സീറോ ആയിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. അതായത് നമ്മുടെ ചെവിയിലേക്ക് കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ വളരെ വളരെ കുറവായിരുന്നു. നമ്മളിപ്പോ ഒരുപാട് പേടിപ്പിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോ വളരെയധികം ഈസിലി അവൈലബിൾ ആണ്. മൊബൈൽ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ വരും. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ വേഗം വരും. അപ്പൊ മൾട്ടിപ്പിൾ സാധനങ്ങളിൽ നിന്ന് നമ്മളെ സ്ട്രെസ് കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ഇത്തവണ കൂടുതലാണ്. ആക്ച്വലി നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്ട്രെസ് എന്ന് പറയുന്ന കാര്യത്തിനെ മാനേജ് ചെയ്തിരുന്നത് കുറച്ചുകൂടെ നമ്മളുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരുമായിട്ടായിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ അച്ഛനമ്മമാരുമായിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് ടാക്കിൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഇപ്പോ ഉള്ള കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡെയിലി ബേസിസിൽ കാണുകയാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്ന വാക്ക്. പല സമയത്തും ഫോൺ തുറന്നാൽ ഇപ്പൊ സ്ട്രെസ്, അതേപോലെ തന്നെ ഈ പറയുന്ന ഡിപ്രഷൻ, ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുകയാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം, സാറിനത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്പിൾ ടൈംസ് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും, അയ്യോ എനിക്കിപ്പോ സ്ട്രെസ് ഉണ്ടോ, അല്ലെങ്കിൽ എനിക്കിപ്പോ ഡിപ്രഷന്റെ ഒരു പ്രശ്നം ഉണ്ടോ എന്നൊക്കെ തോന്നും. ആക്ച്വലി ആ കുട്ടി ഫുള്ളി ഓൾ റൈറ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നവും കൂടെ ഇല്ലേ ഇതില്? അപ്പൊ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയില്ലാത്ത ആൾക്കാര് പറയുന്നത് പലരും അത് എടുക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് അത്രയും വിശ്വാസകരമായിട്ടുള്ള സോഴ്സിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ വേണം ശരിക്കും നമ്മൾ എടുക്കാനായിട്ട്. പല സോഴ്സിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ നമ്മൾ പെട്ടെന്ന് എടുക്കും. അപ്പൊ അതിൽ നിന്ന് കുട്ടികൾ കൂടുതലായിട്ട് പാനിക് ആവുന്നുണ്ട്. പിന്നെ എന്റെ ഒരു ജനറൽ കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലാസ്റ്റ് മിനിറ്റിലോട്ട് എത്തുമ്പോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ശരിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഒരു സർക്കിളിലുള്ള ടീച്ചേഴ്സിനടുത്തോ അങ്ങനെ പാരന്റ്സിനടുത്തോ ഷെയർ ചെയ്യുകയും ആ കൺസേൺ പെട്ടെന്ന് തന്നെ തീർക്കുന്നതുമായിരിക്കും നല്ലതെന്നാണ്. ശരിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിലിടാതെ അവർക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരാളിൽ നിന്ന്, അത്രയും ഒരു നല്ലൊരു സോഴ്സിൽ നിന്ന് അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുക, അതിനൊരു റിലയബിലിറ്റി വേണം. അതായത് എവിടെ നിന്നെങ്കിലും പോരാ, ഒരു റിലയബിൾ ആയിട്ട് സോഴ്സിൽ നിന്ന് തന്നെ വേണം. എല്ലാവരും പറയുന്നത് നമുക്ക് എടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുന്നത് ഈ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. കാരണം ഈ എക്സാമിനൊക്കെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാതെ വരിക, അറിയാവുന്ന ക്വസ്റ്റ്യന് സമയം കിട്ടാതെ വരിക. ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് മാക്സിമം പെർഫോം ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഇതിനൊരു കാരണമാവുന്നത് ഈ എക്സാമിലുള്ള ഒരു വീക്ക് പെർഫോമൻസ് ആയിരിക്കാം, അല്ലെ? അപ്പൊ ആ വീക്ക് പെർഫോമൻസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ടെക്നിക്സ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലം കുറെയൊക്കെ സോൾവ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് മെജോറിറ്റി ഓഫ് ആൾക്കാർ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അതായത് ഈ പ്രശ്നം ഇതാണ്, അതായത് അവര് പഠിക്കുന്നുണ്ട് പക്ഷെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എക്സാം ഹാളിൽ അത് ചിലപ്പോൾ എക്സാംസ് ചെയ്യുമ്പോഴത്തേക്കും ചില ആൻസേഴ്സ് കിട്ടുന്നുണ്ട്, പക്ഷെ പുറത്തിറങ്ങുമ്പോഴാണ് കീ മാറിപ്പോയത്. ഇങ്ങനെയൊക്കെയാണ് അവർക്ക് ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ടാക്കിൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ വാങ്ങിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക, അതനുസരിക്കുക. പിന്നെ എക്സാം ഹാളിൽ പ്രാക്ടീസ് ചെയ്യുക. എക്സാം എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു പ്രാക്ടീസ് ആണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതാന്ന് മാത്രമുള്ളതല്ല, ഇതുപോലെയുള്ള ടെൻഷൻ ഫ്രീ ആകുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം എന്നുള്ളത്. അതിന് എക്സാംസ് ഒന്നോ രണ്ടോ എഴുതിയാലും പോരാ, ലാർജ് നമ്പർ ഓഫ് എക്സാംസ് എഴുതുന്നു അത്രത്തോളം അവര് അതൊരു പ്രാക്ടീസ് ആണ്. അതായത് നമ്മൾ അവിടെ ഇരുന്നിട്ട് ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പഠിക്കണം. വെള്ളം ദാഹം ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പഠിക്കണം. യൂറിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് മാനേജ്
ചെയ്യാൻ പഠിക്കണം. ഇങ്ങനത്തെ ഒരുപാട് ബേസിക് കാര്യങ്ങൾ ഈ പറയുന്ന 3 hours 20 minutes അതിനുള്ളിൽ വരാം. അപ്പൊ ആ സമയം മാനേജ് ചെയ്യൽ എന്നാണ് ഈ എക്സാം എഴുതുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ സമയത്ത് മുഴുവനായിട്ട് നമ്മൾ ആ സബ്ജക്റ്റിൽ, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ 3 സബ്ജക്റ്റിലേക്ക് നമ്മൾ മുഴുകണം. അത് മുഴുകണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എക്സാമിൽ അത് പ്രാക്ടീസ് ചെയ്യണം. എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കറക്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കുക. അവർ കൃത്യമായിട്ട് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തന്നിരിക്കും. അതെ. അപ്പൊ ഈ ഒരു കൺസേൺ നമ്മളുടെ അടുത്ത് പങ്കുവെച്ച ഒരുപാട് കുട്ടികൾ കോഡിലുണ്ട്. പിന്നെ കോഡിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സാംസ് നമ്മൾ ഇങ്ങനെ വഴിയെ കുട്ടികൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യിച്ച് ആ ഒരു സ്ട്രെസ് ഫ്രീ അറ്റ്മോസ്ഫിയറിൽ അങ്ങോട്ട് പുറത്തോട്ട് ഇറക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ നമ്മുടെ അച്ചീവേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു രീതിയിൽ മോൾഡ് ചെയ്ത ആൾക്കാരായിരിക്കും. ഓക്കെ, സോ അപ്പോ നമ്മളുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിന്റെ ഇന്നത്തെ ഡിസ്കഷൻ ഇതായിരുന്നു. സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു. ഇനി നമ്മുടെ കുട്ടികൾക്കാർക്കും സ്ട്രെസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവരുത്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. ഏത് സമയത്താണ് ഏത് സപ്പോർട്ടും കോഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. നമ്മുടെ എക്സ്പേർട്സ് അതിന് റെഡിയാണ്. അപ്പോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും പോഡ്കാസ്റ്റിന്റെ ഒരു എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. സോ താങ്ക് യു ഓൾ. താങ്ക് യു.